വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ശാരികയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പോകുന്നുണ്ട്. അത് ഇനി ശാലിനിയും റസാഖും ഒക്കെ എത്തിയതിന് ശേഷമാണോ എന്താണെന്നുള്ളത് കാണിക്കുന്നില്ല. പക്ഷേ ശാരികയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്, നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ആ ഒരു വേഷം തന്നെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അമ്പലത്തിൽ പോയി ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് ആകെ തൊഴുത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എങ്ങൊന്നും മോളെ കിട്ടില്ല എന്നുള്ളൊരു ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഒരു അമ്മയുടെ വിഷമം മുഴുവൻ ശാലിനിയുടെ ഉള്ളിലുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന് ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്. എന്തിനാ ദേവി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, എന്നെ പരീക്ഷിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് തൊഴുത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്താണെങ്കിൽ ആ ഒരു അമ്പലത്തിലേക്ക് മൂർത്തിയും പിന്നെ അരുണയും കൂടിയിട്ട് ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് കയറി വരുന്നുണ്ട്. ശാരിക അവിടെ അകത്തുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവരിങ്ങനെ അകത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ കയറി വരുന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ ഒരു സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് ശാരിക ആ ഒരു കുഞ്ഞിനെ കാണുമോ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇനി കുഞ്ഞിനെ കണ്ട് ശാരിക ഇനി ബഹളം വയ്ക്കുമായിരിക്കും, എൻ്റെ മോളാണെന്നുള്ളത്. അപ്പോൾ അവിടെ ശാരികയുടെ ആ ഒരു വേഷവും അതൊക്കെ കണ്ടിട്ട് ഭ്രാന്തിയാണ് എന്നുള്ളൊരു മുദ്ര കുത്താനും സാധ്യതയുണ്ട്. പക്ഷേ ശാരിക പിന്നീട് കുഞ്ഞിനെ കണ്ടു എന്നുള്ളത് പറഞ്ഞാൽ വിശ്വസിക്കുമോ, ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു എപ്പിസോഡ് വരുമ്പം കാണാം. അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ അവിടെ ചന്ദ്രയുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു കമലം വിളിച്ച് പ്രകാശം പോയി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശാലിനിയാണെങ്കിൽ അവിടത്തേക്ക് വരുന്നത്. അന്നേരം ചന്ദ്ര ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ മുഖമൊക്കെ ആകെ ഒരു കരഞ്ഞ രീതിയിലാണ്. അന്നേരം പ്രകാശിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. എനിക്ക് പ്രകാശിനെ ഇപ്പോൾ കാണണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആകെ ബഹളം വയ്ക്കുകയാണ്. ശാലിനിക്കൊന്നും പറയാനും സാധിക്കുന്നില്ല. ഈ സമയത്താണ് ചന്ദ്ര അവിടെ ആ ഒരു തലകറങ്ങി വീഴുന്നതും ആ ഒരു റാണി ഇങ്ങനെ പിടിക്കുന്നതും ഒക്കെ അത്ര ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പ്രകാശിൻ്റെ മരണം തന്നെയാണ് ആ ഒരു എപ്പിസോഡിൽ ഫുള്ള് കാണിക്കുന്നത്. പിന്നീട് ഇനി ശാരിക കുഞ്ഞിനെ കാണുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.